ഹായ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഫൈസൽ മണ്ണാറ് ലൈവിലേക്ക് എല്ലാവരും ലൈവല്ല. ഹായ്. ഇപ്പം എല്ലാവരും ഞാൻ നിങ്ങളുടെ സ്വന്തം ഫൈസൽ മണ്ണാറ് നാടൻ ബ്ലോഗ്. ഓക്കെ, അപ്പം എല്ലാവരോടും ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങളും പറയാനുണ്ട്. അപ്പം എല്ലാവരും ഇത് ഫുള്ള് കേൾക്കുക. നമ്മൾ ഒരുപാട് പ്രവാസികൾക്ക് സംഭവിക്കുന്ന ഓരോ ദുരിതങ്ങളോടും അനുഭവങ്ങളാണ് സ്വന്തം ഭാര്യമാർ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളൊരു വീഡിയോസ് ചെയ്യണം എന്ന് കരുതിയല്ല, പക്ഷേ ദിവസം ദിവസം തോറും വർദ്ധിച്ചു വരികയാണ് നമ്മുടെ അറ്റാക്ക് മരണങ്ങൾ ഒരുപാട് നമ്മളതിൽ ഒരുപാട് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനൊക്കെ കാരണം ടെൻഷനാണെന്ന് എല്ലാവർക്കും അറിയാലോ. എങ്ങനെയാണ് ടെൻഷൻ ഉണ്ടാവുന്നില്ല. ഇപ്പം ഇപ്പം അടുത്ത് നമ്മളെ സുഹൃത്തുക്കൾ 2-3 ആൾക്കാർ മരിച്ചു. പക്ഷെ അതൊക്കെ അവരൊക്കെ അനുഭവം വെച്ച് ചെയ്യേണ്ട പറയാണ് കേട്ടോ. അപ്പം അവരൊക്കെ നാട്ടിൽ നിന്ന് ഭാര്യമാരെ വിളിക്കുമ്പോൾ ഓരോ ടെൻഷനുള്ള കാര്യങ്ങളും ഓരോ ബാധ്യതകളും ഓരോ ഭയങ്കര കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞത് കേൾക്കാതെ അങ്ങനെയൊക്കെയാണ് ഇത് കൂടുതലും ആൾക്കാർക്കും ടെൻഷനാണ് വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഭാര്യമാരോടാ പറയല്ലേ, നിങ്ങൾക്ക് ചിലപ്പോൾ ഭർത്താക്കന്മാർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ചൂടായിട്ട് സംസാരിക്കും. പക്ഷെ നിങ്ങൾ ചിരിച്ച് കളിച്ചുകൊണ്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഇതാകണം. നിങ്ങളും അതേമാതിരി ആയാലും അവർക്ക് ടെൻഷനാവും. പിന്നെ കടന്നുറങ്ങുമ്പോൾ ഇപ്പോൾ 2 ദിവസം മുന്നേ തന്നെ ഒരാൾ ഉറങ്ങി നീച്ചപ്പോൾ നമ്മളടുത്താണ് മരിച്ചു. അപ്പോൾ ഓന് എല്ലാവരും പറയുന്നു രാത്രി എന്താ പെരേക്ക് വിളിച്ചപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളും ഇതൊക്കെ പറഞ്ഞു ഇങ്ങനെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കൾ പറഞ്ഞു. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഭാര്യമാരെ ശ്രദ്ധിക്കുക, കുറച്ച് കാര്യങ്ങളോട് പെരുമാറി. ഞാൻ പറയാം, നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താക്കന്മാരെ വേണ്ടേ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭർത്താക്കന്മാർ ഇങ്ങോട്ട് പോരുന്നത്. നിങ്ങളെ പെരയറ്റാൻ അല്ലെങ്കിൽ കുട്ടികളെ കെട്ടിക്കാൻ ഇങ്ങനെ നിങ്ങളെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോരുന്നത്. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. എല്ലാവരെയും, എല്ലാ സുഹൃത്ത് ബന്ധങ്ങളെയും പെരക്കാരെയും ഉമ്മ ഉപ്പ എല്ലാവരെയും ഇവിടെ നോക്ക് കാണാതെ എല്ലാവരും ഇവിടെ വന്നാണ്ട് എല്ലാവരും ജോലി ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഒരു മര്യാദ നിങ്ങളെ കാണിക്കുക. അപ്പം ഞാൻ പറയാൻ കാരണം ഇവിടെ ദിവസം ഈ മരണങ്ങളൊക്കെ കൂടുന്നതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അതിനോടത്തോളം നമ്മളെ പ്രവാസികൾക്ക് കൂടുതലും ഇങ്ങോട്ട് വരാതിരിക്കുക. അതാണ് എനിക്ക് ഏറ്റവും നിങ്ങളോടൊക്കെ പറയാനുള്ളത് കേട്ടോ. വരരുതാരും. കാരണം എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്തായാലും നിങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് നുണ പറഞ്ഞിട്ട് കേൾക്കാതെയും നമ്മൾ ടെൻഷനാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ബാധ്യതകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മേലെ വരും. ഇവിടെ പ്രവാസികൾ ഓരോന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോ ജോലിൻ്റെ അതിലൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നമ്മളൊരു മലയാളി പ്രവാസി ഒരു മരത്തുമ്പോൾ കയറി കണ്ട് ജോലി കണക്ക് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഒന്ന് നോക്കുക, വീഡിയോസ് ഒന്ന് കാണട്ടോ. ഇപ്പം എല്ലാവരും വീഡിയോസ് കണ്ടില്ല. ഇതൊക്കെയാണ് ഇവിടെയുള്ള ആൾക്കാരുടെ അവസ്ഥ. ഇങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യുന്ന ആൾക്കാർ. നിങ്ങൾക്ക് എന്താ ജോലി ചെയ്യണമെന്ന് ഇവിടെ അറിയണ്ടല്ലോ. ഇവിടെ രാവിലെ 6 മണിക്ക് വെച്ച് രാത്രി 6-10 മണിക്കൊന്നും ഇവിടെ പണിയാതെ നാട്ടിലത്തെ മാതിരിയല്ല. ഇവിടെ ഒരുപാട് ജോലി എടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ജീവിച്ച് ഓരോരുത്തർ പോകുന്നത്. അപ്പം നിങ്ങൾ ഭാര്യമാരതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. വീട്ടുകാർ അവരെ ഉപദ്രവിക്കാതിരിക്കുക, സ്നേഹിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ കഷ്ടപ്പെടുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കുഴപ്പമൊന്നുണ്ടാവില്ല. എന്നാൽ കുറേയൊക്കെ നിങ്ങൾക്ക് ജീവിതം നഷ്ടപ്പെടും. നമ്മളെ പ്രവാസികൾ കാര്യമായിട്ട് പറയാനില്ല. കൂടുതലും ആൾക്കാരെ കണ്ട് നമ്മളെ മക്കളെ ഞാൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ, കൊണ്ടുവരാൻ കരുതിയിട്ടില്ല. ഞാൻ അവരോട് കണ്ട് വരണ്ടാണ് ഒരു മകനുള്ള എനിക്ക്. കാരണം ആരും പ്രവാസികളെ കൊണ്ടുവരരുത്. കാരണം നമ്മളെ അനുഭവങ്ങൾ ഇതാണ് പ്രവാസികൾ തരുന്നത്. കാരണം ഒരുപാട് പ്രവാസികൾ ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ അടുത്തടുത്തായിട്ട് മരണങ്ങൾ ഒക്കെ ഒരു ടെൻഷനാണ്. കാരണം എത്ര ഭാര്യമാർക്കും വീട്ടുകാർക്കും പറഞ്ഞിട്ട് മനസ്സിലാവില്ല. കാരണം നിങ്ങളെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ് പ്രവാസികൾ. ഒരു നേരത്തെ ഭക്ഷണവും കുബൂസും കറിയും എല്ലാം അതിലൊക്കെ കഴിച്ച് പൈസ ചിലവ് അതുകൂടി നിങ്ങൾക്ക് പെരേക്ക് അയച്ചു തരികയാണ് പ്രവാസികൾ ചെയ്യുന്നത്. ഇവിടെ ചിലവാക്കി തിന്ന് ഹാപ്പിയായിട്ട് നടക്കില്ല.
ഇവിടെ ഓരോ പ്രവാസികളും നമുക്കറിയാം. ചിലരൊക്കെ പച്ചവെള്ളം കുടിച്ച് കുബൂസ് നടക്കുന്ന ആൾക്കാരുണ്ട്. ഒക്കെ ഒരുപാട് ആൾക്കാരെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഓരോ തല്ലാതിന്നും രാത്രി പത്രം ഞാൻ തന്നെ 2-3 ആൾക്ക് ഭക്ഷണം കൊടുത്ത് കൊടുക്കാറുണ്ട്. കൊണ്ടുപോയി കണ്ട് ആ പൊറോട്ടയ്ക്ക് ചിലപ്പോൾ 2 ദിവസം ആയിട്ട് അതൊക്കെ അവർ കഴിക്കും. കാരണം അങ്ങനെയാണ് ഇവിടെ ഓരോ പ്രവാസികളും ദുരിതം ജീവിച്ചത്. ഓരോ പ്രവാസികളും ഒന്ന് മനസ്സിലാക്കി നാട്ടിലുള്ളവർ ഒന്ന് സ്നേഹിക്കുക. പിന്നെ ഓരോ പ്രവാസിയുടെ ബാധ്യത പ്രവാസികളായിട്ട് നാട്ടിലെ കുറേ കാര്യങ്ങളുണ്ട്. പിരിവുകൾ കണ്ടിട്ടുണ്ടൊക്കെ പ്രവാസികൾക്ക് അത്രയും പ്രവാസികൾക്കും നാട്ടിലൊക്കെ ഒരേമാതിരി ശമ്പളം തന്നെ ഇവിടെ എല്ലാവർക്കും കിട്ടണം. അപ്പോൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കി അതൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാം പ്രവാസികൾ വിലയിൽ ഇട്ടുകൊടുക്കുന്ന ബിസിനസ്സുകാരന്മാരെല്ലാം കുറേ വ്യക്തികൾ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ജോലി ചെയ്യുന്ന അപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ കിട്ടില്ലേ. അപ്പോൾ എല്ലാവരൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഉള്ളത് പറയില്ല, കൂടുതലായി പോകും. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോസിൽ ബാക്കി പറയാം. ഓക്കെ, താങ്ക് യു. ഇത് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.